വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് വിത്ത് സതിജ. ഇന്ന് നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ 5th ഡേ ആണ്, പിന്നെ ലാസ്റ്റ് ഡേയുമാണ്. ഇന്ന് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ചങ്കി എയർപോർട്ടിലേക്കാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ വന്ന ദിവസം ചങ്കി എയർപോർട്ട് ശരിക്കൊന്നും എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. ഒരു എയർപോർട്ടിൻ്റെ അകത്താണ് ഇത്രയും സാധനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. ഈ ചെടികളെല്ലാം അതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഒറിജിനലായിട്ടുള്ള ചെടികൾ തന്നെയാണ്. അതിൻ്റെ അകത്തൊരു അങ്ങനെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു 10 o'clock ഒരു ടൈം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിനാണ് വരുന്നത്. അത് ആക്ച്വലി ഇങ്ങനെ വരുന്നത് കാണാൻ ആദ്യം അതിൻ്റെ ഫോഗ് വരും, പിന്നെയാണ് അതിൻ്റെ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് തുടങ്ങുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്, ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഞങ്ങൾ ആക്ച്വലി അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ നല്ല നല്ല ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിലയുണ്ട് ചെറിയ, പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. നല്ല എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം അതേപോലെ. പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള സംഗതികളെല്ലാം അവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വാങ്ങാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ആക്ച്വലി ഞങ്ങൾ സിംഗപ്പൂർ വന്ന ദിവസം തന്നെ നമ്മുടെ ഫോണിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു സിം കാർഡ് എടുത്തിരുന്നു. നാട്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിം കാർഡ് നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് എടുക്കാം കേട്ടോ. നാട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് റെഡി ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സിം കാർഡാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അത് ശരിയായില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ എത്തിയ ഉടനെ തന്നെ ട്രാവൽ സിം കാർഡ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു 100 GB ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് തന്നെ അത്യാവശ്യം നല്ല ഡാറ്റയുണ്ട്, നല്ല ഇതുമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരാളുടെ എടുക്കുകയാണെങ്കിൽ തന്നെ 2 പേരുടെ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് ഹോട്ട്സ്പോട്ട് വഴിയും ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡാറ്റ ഉണ്ടായിരുന്നു. 100 GB ആവശ്യത്തിലേറെയാണ്. കാര്യം 5 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ യാത്ര. ആസ് യൂഷ്വൽ ഞാൻ അവിടെ പോയിട്ട് ചെറുതായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്കെച്ച് ചെയ്തു. ആക്ച്വലി ഇതൊക്കെ ഒരു വലിയൊരു ഡ്രീം പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ അതേപോലെ തന്നെ വേറൊരു സ്ഥലത്തും പോയി നിന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മുടെ നമ്മൾ നേരത്തെ ഒരു ലബൂബുവിൻ്റെ പടം കാണിച്ചപ്പോഴത്തേക്ക് ഒരു പോപ്പ് മാർട്ടിൻ്റെ ഒരു സ്റ്റോർ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അത് ആ പോപ്പ് മാർട്ടിൻ്റെ ഷോപ്പ് ഞാൻ ആക്ച്വലി അത് ശരിക്കും കണ്ടു കേട്ടോ. അതൊരു ഡോളിൻ്റെ ഷോപ്പാണെന്ന് ഞാൻ അതിനൊരു ചെറിയ സ്റ്റോറിയൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ കാണാത്തവർ ആ വീഡിയോ പോയി കാണാം. ലബൂബുവിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. ആളവിടെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതും കണ്ടു കേട്ടോ. ഇങ്ങനെ അതിൻ്റെ അകത്ത് ഒരു മിസ്റ്ററി ബോക്സിൽ വരുന്നതാണ്. ആക്ച്വലി ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത ശേഷം ഇന്ന് ഞങ്ങൾ മറ്റേ പിക്കപ്പ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു, ഡ്രോപ്സും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ തനിയെ തന്നെ ഞങ്ങൾ അവിടുത്തെ മെട്രോയിലേക്ക് സിറ്റി ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് മെട്രോയുടെ ഒരു ചെറിയ കാർഡ് എടുത്ത് ഞങ്ങളങ്ങനെ മെട്രോയിലാണ് ഇവിടെ യാത്ര ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് അധികം കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ പാത്തും അവർ ഇന്ന ലൈനിൽ ഇന്നയിലേക്ക് പോകണം എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. അതേപോലെ ഞങ്ങൾ അവിടുന്ന് നേരെ വന്നത് ഗാർഡൻസ് ബൈ ദ ബേയിലേക്കാണ്. ഗാർഡൻസ് ബൈ ദ ബേയിൽ നമ്മൾ ഫ്ലവർ ഡോമും പിന്നെ ക്ലൗഡ് ഫോറസ്റ്റുമാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത് ആക്ച്വലി ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അത്ര എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കാം. കാര്യം എന്ന് വെച്ചാൽ ഫോർമുല 1ൻ്റെ റേസിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നാളെയാണ്. പക്ഷേ ഇന്ന് തന്നെ അവിടെ മത്സരം നടക്കുന്നത് കാരണം അവർ ട്രയൽ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭയങ്കര സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നന്നായിട്ട് വിശന്നിരുന്നു. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ തന്നെയുള്ള ഒരു ഫുഡ് കോർട്ടിലേക്ക് ഞങ്ങൾ കയറി. അപ്പം അവിടുത്തെ തന്നെ ഏതൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇത് നമ്മൾ റൈസ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നമ്മുടെ ഇതുപോലെ തന്നെയായിരുന്നു. അത് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ പോയത് ക്ലൗഡ് ഫോറസ്റ്റിലേക്കാണ്. അതിൻ്റെ ആക്ച്വലി ആ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ആക്ച്വലി അത് ഒരു ഷെല്ലിൻ്റെ ഷേപ്പ് പോലെ ആയിട്ട് എനിക്ക് തോന്നിയത്. ഷെല്ലിങ്ങനെ കമഴ്ന്നിരിക്കുന്ന പോലെ രണ്ടുണ്ട്, ഫ്ലവർ ഡോമും അതെ ക്ലൗഡ് ഫോറസ്റ്റും. എനിക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ആ സ്ട്രക്ചർ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തു. പക്ഷേ ഗ്ലാസ് ആണ് കേട്ടോ, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റിനും ഒരുപാട് റെഫറൻസ് കിട്ടും കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു ബൊട്ടാണിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഈവൻ ബൊട്ടാണിക്കിൽ ഇഷ്ടപ്പെടുന്ന പടം വരയ്ക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും
പല ടൈപ്പിലുള്ള ലീവ്സ്, പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സും ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഹോൾസെയിൽ കടയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട പല എന്ന് വെച്ചാൽ പൊതുവേ സിംഗപ്പൂർ ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയൊക്കെ ഗ്രീനറി എത്തിക്കാമോ അവിടെയൊക്കെ അവർ ഗ്രീനറി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ചെടികൾ എല്ലായിടത്തും ഉണ്ട്, വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊഴിഞ്ഞു വീഴുന്ന ഇലകൾ പോലും അവരവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയിട്ട് അത് എനർജി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്യൂവലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനോ അങ്ങനെ. കാര്യം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ഓരോന്നും വളരെ ശ്രദ്ധയോടെയാണ് ആ വേസ്റ്റൊക്കെ എടുത്ത്, ചെടികളുടെ ലീവ്സ്, പഴയ ലീവ്സൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് മാറ്റേണ്ടത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ ഇത് രണ്ടിനും ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്തിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് കയറി. അകത്തേക്ക് അങ്ങോട്ട് കയറിയപ്പോഴും ആക്ച്വലി പുറത്തൊരു ഇതല്ല, എന്താ പറയുക, നല്ല തണുപ്പാണ്. അകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേ നമുക്ക് പയ്യൊരു തണുപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്യും കേട്ടോ. ജസ്റ്റ് എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മേളിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകണ ഒരു കാഴ്ചയാണ്. പക്ഷേ അവിടുത്തെ ആ തണുപ്പും ആ കാണുന്നതും നമ്മളെ വേറൊരു ഫീലിലേക്ക് എത്തിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതെനിക്ക് അതിൻ്റെ അത് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. അത് ആക്ച്വലി ഇതുപോലെ കുറച്ച് എന്താ പറയുക, ഈ ജുറാസിക് പാർക്കിൻ്റെ തീമിലാണ്. അപ്പോൾ അവരവിടെ കുറച്ച് ഡൈനോസറിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ മൂവബിൾ ആയിട്ടുള്ള ഡൈനോസേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള ലീവ്സും പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സും. എനിക്ക് ആക്ച്വലി ബൊട്ടാണിക്കൽ വരയ്ക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം പല ടൈപ്പിൽ എനിക്ക് റെഫറൻസ് ഇമേജ് എനിക്ക് അവിടെ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എനിക്കിതൊക്കെ ഇരുന്ന് വാട്ടർ കളർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ലീവ്സ് ആണെങ്കിലും പല ടൈപ്പിലുള്ളത്, ഒരു രക്ഷയില്ല. അത്രയും നല്ല ടൈപ്പിലുള്ള പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഫ്ലവേഴ്സും ഉണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി ഉണ്ട്, ടൈപ്പ് ഓഫ് ലീവ്സും ഒക്കെ ഉണ്ട്. അത് ആ ഒരു അറ്റ്മോസ്ഫിയർ പറ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ഒരു ക്ലൗഡി ഫീലിംഗാണ്. മുഴുവൻ തണുപ്പും അതും നമ്മളെ സത്യം പറഞ്ഞാൽ വേറൊരു ഇതിലേക്ക് കൊണ്ടുപോകും കേട്ടോ. നല്ല ഒരു ഫീലായിരുന്നു. അതേപോലെ തന്നെ ഒത്തിരി അവർ അവിടെയൊക്കെ കുറേ നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈനോസറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫ്ലവർ ഞാൻ ആക്ച്വലി വരയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഞാൻ റെഫറൻസ് ഇമേജ് മോസ്റ്റ്ലി മിക്കവാറും ഇൻട്രസ്റ്റിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഈ റെഫറൻസ് ഇമേജ് കാണുമ്പോൾ പല ഫ്ലവേഴ്സും എനിക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുമ്പോഴാണ് വരയ്ക്കാൻ വേണ്ടി എടുക്കാറ്. പക്ഷേ ഇതൊന്നും ഞാൻ റിയലി കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കണ്ട സാധനം ഞാൻ റിയലി കണ്ടു. അത് ഇവിടെ വെച്ചേ കാണുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ നഴ്സറിയിൽ പോയി അത് ഒരെണ്ണം വാങ്ങിയിട്ടോ. ആ ചെടി വാങ്ങി. ഈ ചെടിയല്ല, ഞാൻ നേരത്തെ കാണിച്ച പിന്നെ പർപ്പിൾ കളറിലെ ഫ്ലവർ ഉള്ളത് ഇങ്ങനെ തൂങ്ങിക്കിടക്കണില്ല, അത് ഞാൻ വാങ്ങി. ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ഷോ പോലെയാണ്. ഇതൊരു ശരിക്കും ഒരു ഡൈനോസറിനെ പോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പയ്യെ മൂവ് ചെയ്തു. ഇതിൻ്റെയൊക്കെ പാറ്റേൺ കാണാൻ നല്ല രസമുണ്ട്. ഒത്തിരി ടൈപ്പ് ഫ്ലവേഴ്സ്, ഒരു രക്ഷയില്ല. ബൊട്ടാനിക്കൽ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് സ്ഥലം എന്ന് പറയാൻ കേട്ടോ. പിന്നെ അത്രയും ടൈപ്പ് ഓഫ് ഉണ്ട് അവിടെ. ഇത് നമ്മളുടെ ഇൻസെക്ട്സിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ലീവ്സാണ്. ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, സ്കൂളിലെ പുസ്തകത്തിൽ ഇത് കണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര വലിയ സൈസിലുള്ളതായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാര്യം ഒരു ഇൻസെക്ട്സിനെയൊക്കെ പിടിക്കണമെങ്കിൽ അത് അത്ര സൈസ് ഉണ്ടാകുന്നതായിരുന്നു അന്നത്തെ ഒരു ചിന്ത. പക്ഷേ അത്ര ഭയങ്കര വലുതല്ല. പക്ഷേ ഇതുണ്ട്. അത് ആക്ച്വലി അതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും. അതിനുശേഷം ഇതെന്തെങ്കിലും അതിൻ്റെ അകത്ത് തോന്നിയുമ്പോൾ ഇതിങ്ങനെ അടഞ്ഞു പോകും. എന്തായാലും അതും ഒരു അടിപൊളിയായിട്ട് തോന്നി. അതേപോലെ വേറൊരു സാധനം കണ്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്, അതും കണ്ടു കേട്ടോ. അതിങ്ങനെ എനിക്കിത് തൊട്ട് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ തൊട്ടില്ല. അതിങ്ങനെ തുറന്നിരിക്കും. ഇൻസെക്ട്സ് വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ അടഞ്ഞു പോകും, പിന്നെ അത് മരിച്ചു പോകുമെന്നാണല്ലോ പറയണത്. അപ്പോൾ അതും അവിടെ കാണാൻ പറ്റി. അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുറേ ടൈപ്പ് ഓഫ് ലീവ്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആക്ച്വലി അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ പോണ വഴിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഡൈനോസറെല്ലാം ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആർട്ടിഫിഷ്യലാണ്, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. ഈ ഫ്ലവർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ പാറ്റേൺസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് വരയ്ക്കാൻ വേണ്ടി റെഫറൻസായിട്ട് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് റെഫറൻസ് ഇമേജിന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതെന്താ സംഭവം എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇത്
നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരുപാട് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ അവിടെയുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഡ്രോപ്സ് പോലെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബ്ലാക്ക് കളറിലെ ആന്തൂറിയം ഞാൻ ഫസ്റ്റ് ടൈം കാണും. ബ്ലാക്ക് അല്ല, ഇതൊരു ഡാർക്ക് കളറാണ്. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫോർമുല 1 റേസിംഗ് നടക്കുന്നത് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഞാൻ MBS ഒക്കെ കാണാം കേട്ടോ. ആക്ച്വലി MBS പിന്നെ ഫ്ലവർ ഡോമും പിന്നെ സൂപ്പർ ട്രീ ഒക്കെ ഏതാണ്ടൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി ദൂരെയില്ല. കാര്യം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ മറീന ബേയുടെ ഏറ്റവും മേളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫ്ലവർ ഡോമും സൂപ്പർ ട്രീയും പിന്നെ ആ ജയൻറ്റ് വീല് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം ഏതാണ്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിരിക്കും എല്ലായിടത്തും പോയി കാണാൻ. ഇത് അതിന് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ എടുത്തതാണ്. ഈ ഫ്ലവർ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അതിൻ്റെ ഒരു റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടിട്ടുകൂടി ഇല്ലാത്ത ടൈപ്പ് ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പല ടൈപ്പുണ്ട്. അത് ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാര്യം റെഫറൻസ് ഇമേജൊക്കെ കാണണമെന്നുണ്ട്, പല ടൈപ്പ് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാം. ഇല്ലെങ്കിൽ കുറച്ച് പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ഞാൻ ഒരുവിധം മാക്സിമം അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സൊക്കെ കുറച്ച് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാക്സിമം അവിടെ താഴെ വീണ ഫ്ലവേഴ്സൊക്കെ വീണ ലീവ്സൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ഓരോന്നാണെങ്കിലും നല്ല എന്ന് വെച്ചാൽ ഇത്രയും ചെടികളൊക്കെ അവിടെ വന്ന് നിൽക്കണമെങ്കിൽ അതിന് അതേപോലെ രീതിയിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്താലല്ലേ ഇതൊക്കെ വളർന്ന് നിൽക്കുകയുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇതിന് എഫേർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും അവരതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അവർ പറഞ്ഞ് കേട്ടിരിക്കണമെന്ന് വെച്ചാൽ ഓരോ ഇതിനനുസരിച്ച് ഇത് മാറ്റുമെന്നാണ് പറയണേ കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ എല്ലാം അവിടെ കുറച്ച് തീംസൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുമെന്നും ഇങ്ങനെ പറഞ്ഞു കേട്ടു. പിന്നെ കളേഴ്സും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ കാണാൻ ഒരു രക്ഷയില്ല. എനിക്ക് ഫ്ലവേഴ്സും ഇതുപോലെ ലീവ്സിൻ്റെ വെച്ചിട്ട് ഞാനൊരു ഡൂഡ്ലിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അവിടെ നിന്ന് പറ്റിയില്ല. ഞാനിപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ഇപ്പോൾ ഇതിൻ്റെ രീതിയിൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഡോമിൻ്റെ ഇത് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ട ഫ്ലവേഴ്സൊക്കെ മാക്സിമം വെച്ചുകൊണ്ട് ഒരു ഡൂഡ്ലിങ് ചെയ്യണമെന്നുണ്ട്. അത് നമ്മുടെ ഡൂഡ്ലിങ് സീരീസിൽ ഞാനത് ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞില്ലേ വീനസ് ഫ്ലൈ ട്രാപ്പ് അതാണ് കാണുന്നതാണ് കേട്ടോ. അതിൽ നമ്മൾ തൊടാൻ പറ്റിയില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കുറേ ഉണ്ട് കേട്ടോ അവിടെ. അതൊരു എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, ടച്ച് ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാരണം തൊട്ടൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. സൂപ്പർ ട്രീ കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവിടെ നിന്നൊരു വ്യൂ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നോക്കിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. ആക്ച്വലി ബോട്ടണിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ബോട്ടണി PG ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അത് ബൊട്ടാണിക്കൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ സ്റ്റഡി വൈസ് ആണെങ്കിലും അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല രസമുണ്ട്, കാണാനുണ്ട്. ആക്ച്വലി എൻ്റെ മേളിൽ വരെ നമ്മൾക്ക് ഇതുണ്ട്, അവിടെ ലിഫ്റ്റും ഉണ്ട്. നമുക്ക് ഒരു പാത്തുണ്ട്. നമുക്ക് അതുവഴി ഇതിങ്ങനെ ചുറ്റി കറങ്ങി നമുക്കത് കണ്ടുപോകാം. ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഇൻസൈഡ് കയറുക. നമുക്കത് ആ രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കംഫർട്ടായിട്ട് കാണാവുന്ന രീതിയിലാണ് കേട്ടോ.
ഇത് ആക്ച്വലി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ഡൈനോസറിൻ്റെ എഗ്ഗും അതെങ്ങനെയാണ്, അതിന് എത്ര ദിവസം ഉണ്ടാവും അതിന് ഹാച്ച് ചെയ്യാൻ, എത്ര ദിവസമുണ്ട്, അത് ഹാച്ച് ആയി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും, അതൊക്കെ അവർ ആക്ച്വലി വെർച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കതിന് ഓരോ ടൈപ്പ് ഓഫ് ഡൈനോസറും എങ്ങനെയാണ് നമുക്ക് അവിടെ ജസ്റ്റ് ടച്ച് സ്ക്രീനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത് വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഇതിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നത് കാണാം. നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ഫ്ലവർ പല കളറുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് പൂക്കളാണ്. നോക്കിയത് ശരിക്കും ഒറിജിനലാണെന്ന് തോന്നുള്ളൂ. ഇത് അതേപോലെ തന്നെ അവർ ക്രിയേറ്റ് കുട്ടികളെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഡൈനോസറിൻ്റെ. അതിനുശേഷം ഡൈനോസറിൻ്റെ ഒരു ഷോയും ഉണ്ടായിരുന്നു അവിടെ. അതൊരു ഷോ പോലെയായിരുന്നു. അപ്പോൾ ഡൈനോസറിനെ ഇങ്ങനെ അവരിങ്ങനെ ഓപ്പൺ ആക്കിയ ശേഷം അതിൻ്റെ ഇങ്ങനെ അപ്പോൾ അയാളിങ്ങനെ കൈകൊണ്ട് കൺട്രോൾ ചെയ്യണ പോലെ കാണിക്കുന്നത്. അപ്പോൾ അത് ആർട്ടിഫിഷ്യലാണ്, പക്ഷേ ഭയങ്കര ഒറിജിനലായിട്ട് തന്നെയാണ് അത് കാണുന്നത് കേട്ടോ. നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവരതുപോലെ ഏതെങ്കിലും കുട്ടികൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ പോയി കേട്ടോ. മോൻ പോയിട്ട് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ അതിനനുസരിച്ച് അത് ഇങ്ങനെ മൂവ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ആ സ്ഥലത്തേക്ക് അങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി കുട്ടികൾക്ക് കുറച്ചുകൂടി ഒന്ന് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത്. ആക്ടിവിറ്റി അങ്ങനെ പറയാം, പക്ഷെ നല്ലതായിരുന്നു. അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ അവർ ഇങ്ങനെ അത് ഒരു ക്രിസ്റ്റലിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഷോ പീസായിട്ടൊക്കെ വയ്ക്കാം. അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുറേ ഇത് കണ്ടു കേട്ടോ. പെയിൻറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇത് ആക്ച്വലി ഇതൊക്കെ ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തു വെച്ചിരുന്ന കുറേ പെയിൻറ്റിങ്സ് അവിടെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു അത് പറ്റുമെങ്കിലൊന്ന് വരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നെക്സ്റ്റ് പോയത് ഫ്ലവർ ഡോമിലേക്കാണ്. അവിടെ ഇതേപോലെ തന്നെ ഇവിടെ ക്ലൗഡ് ഫോറസ്റ്റിൽ കുറച്ചുകൂടി ലീവ്സൊക്കെ ആണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ഫ്ലവർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതും ഓരോ കൺട്രി വൈസും ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സാധനങ്ങളും കുറേ കാക്ടസ് ഉണ്ടായിരുന്നു. പല ടൈപ്പിൽ കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഫ്ലവേഴ്സ് കുറച്ചധികം ഉണ്ടായിരുന്നേ. നമ്മൾ കുറച്ചധികം മാക്സിമം ഞാനിത് കവർ ചെയ്യാവുന്ന അത്രയും തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അവർ ആക്ച്വലി ഒരു മരത്തിൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുക കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ആ ഒരു പോർഷൻ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പടം വരയ്ക്കാനുള്ള ഒരു സാധനം ഉണ്ട് അതിൻ്റെ അകത്ത്. ചെറിയൊരു പോർഷൻ ആണെങ്കിൽ നമുക്കിടുക. പല ടൈപ്പിലെ ഫ്രെയിംസാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരയ്ക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സാധനം ഇവിടെയുണ്ട്. ചെറിയ എടുക്കുകയാണെങ്കിൽ ഈവൻ ഫ്ലവേഴ്സ് മാത്രമാണെങ്കിലും ലീവ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഇവിടെ ഒരുപാട് ഫ്രെയിംസ് നമുക്ക് കിട്ടും. പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുക, ഒരു രക്ഷയില്ല, അടിപൊളി. ഇതിനു മുമ്പ് ഒരു ഫ്ലവർ ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഊട്ടിയിൽ ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ലാൽബാഗിൽ ഇതുപോലെ ഫ്ലവർ ഷോ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് അവർ ഈ ഒരു തീം വൈസ് ആയിട്ട് ഇത് മാറ്റുമെന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. ഓരോ ടൈമിൽ ഇങ്ങനെ ഓരോ ഇത് വെച്ചിട്ട് അവർ മാറ്റിയിട്ട് വേറെ വെക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇംഗ്ലീഷ് ഐവിയാണ്.
അത് വീട്ടിലുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പല വെറൈറ്റി ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. പക്ഷെ അത് നല്ല രസമുണ്ട് കാണാൻ. ജർബറയുടെ ഇതിൽ പെട്ടതാണെന്ന് തോന്നുന്നു. പക്ഷെ ജർബറ ഭയങ്കര വലുതാണ്, ഇതൊക്കെ അത്ര വലുതല്ല. അടിപൊളി രസമുണ്ട് കാണാൻ. നോർമലി നമ്മൾ പടം വരയ്ക്കാൻ നേരത്തെ എപ്പോഴും കാണുന്ന, എപ്പോഴും എടുക്കാറുള്ള കുറച്ച് ടൈപ്പുണ്ട്. റോസ് എടുക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച്. പക്ഷേ ഇത്രയും വെറൈറ്റി കളറിൽ നമുക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഹാപ്പിയായ ഒരു കാര്യമാണ്. ഇത് ഫാൻസി ഫ്ലവർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഡെഫിനറ്റ്ലി ഞാൻ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചൊരു റെഫറൻസ് ഇമേജാണ് ഇവിടുന്ന് പിൻട്രസ്റ്റിൽ നിന്ന്. പക്ഷേ ഞാൻ റിയലായിട്ട് ഇത് കാണും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആ ഫാൻസി ഫ്ലവർ ഞാൻ വരയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വരയ്ക്കും, അതിൽ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതും ഞാൻ പല ടൈപ്പിൽ റെഫറൻസായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതേപോലത്തെ പല കളറുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതൊരു കുഞ്ഞി ചെടിയായിരുന്നു, പക്ഷേ അതിലിങ്ങനെ അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ചെറിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റി കളേഴ്സ്, പല ടൈപ്പ് കളേഴ്സ് കണ്ടു കേട്ടോ. ഞാൻ അതിൽ ഒരെണ്ണമാണ് ഞാൻ റെഫറൻസ് എടുത്ത് വെച്ച് ഒരു പ്രാവശ്യം വരച്ചത്. പക്ഷേ ഇത് പല ടൈപ്പിൽ നമുക്ക് കാണാം. ഒരു വൈറ്റൊക്കെ കാണും, അതൊക്കെ ആദ്യമായിട്ടാണ് കാണണം. പക്ഷേ അത് കാണാൻ നല്ല രസമാണ്. അതിന് ഞാൻ ഒരെണ്ണം ഞാൻ പറഞ്ഞു, ഒരെണ്ണം ഞാനത് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിവിടെ പിടിക്കുമെന്ന് എനിക്കറിയില്ല, ബാംഗ്ലൂരിലെ കാലാവസ്ഥയിൽ അറിയില്ല. പക്ഷേ വാങ്ങിയിട്ടുണ്ട്. ഇത് റോസിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. ഇത് ആക്ച്വലി ക്രിസ്മസിൻ്റെയൊക്കെ സമയത്ത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്മസിൻ്റെയൊക്കെ പടം വരയ്ക്കാൻ നേരത്തെ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഫസ്റ്റ് ടൈം, നമ്മൾ ഇതിനു മുമ്പൊന്നും പടത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ടൈപ്പാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കള്ളിമുൾ ചെടിയുടെ ഇതിൽ പെട്ടതാട്ടോ. ഇത് കാണാൻ നല്ല രസമായിരുന്നു. ഇങ്ങനെ ഡ്രോപ്സ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ. ഇതും ഒരു പ്രദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു സക്കുലൻറ്റിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, പല ടൈപ്പിൽ. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇത് ഞാൻ നേരത്തെ ഫാൻസി ഫ്ലവർ എന്ന് പറയില്ല, അത് ഞാൻ ഒരിടത്ത് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. കുറച്ചധികം ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ റെഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഹൈഡ്രാഞ്ചിയ, നമുക്കിവിടെ ഉള്ളതാണ്. ഇതുപോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കണ്ടതൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമേ. ഇതൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ കാണുന്ന പൂക്കളാണ്. പക്ഷെ കണ്ടതും കാണാത്തതും ഒക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ആക്ച്വലി ഞങ്ങളുടെ സിംഗപ്പൂറിൻ്റെ ട്രിപ്പിൻ്റെ ഫൈനൽ ഡേയ്സാണ് കേട്ടോ. അവിടെ കണ്ട ഒരുപാട് കാഴ്ചകൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒത്തിരി, ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. കാണാൻ ഒരുപാടുണ്ട്. കുട്ടികൾക്ക് കാണാനാണെങ്കിലും ഫസ്റ്റ് ഡേ കണ്ട ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയം തൊട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്ത ഒരുപാട് സാധനങ്ങൾ അവിടെയാണ് കേട്ടോ. സൂ ആണെങ്കിലും ബേർഡ് പാരഡൈസ് ആണെങ്കിലും ഫ്ലവർ ഡോം ആണെങ്കിലും
എന്താ ക്ലൗഡ് ഫോറസ്റ്റ് ആണെങ്കിലും മറീന ബേസ് എല്ലാം നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇവിടുന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡ്രീമായിട്ട് കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ബോർഡിൽ ഞാൻ 2025 ആക്ച്വലി എന്താ പറയുന്നത് മെർലിൻ്റെ പടം ആഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് ഈ വർഷം തന്നെ. പക്ഷേ എന്തോ ഈശ്വരാനുഗ്രഹം എനിക്കതിൽ പോകാൻ സാധിച്ചു. ഇത് കുറേ സക്യുലൻ്റ് ഉണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി റെഫറൻസ് ഇമേജ് എനിക്ക് ഈ ലാസ്റ്റ് ഡേയിലാണ് കുറേ കിട്ടിയത്. അപ്പം എനിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. ഡൂഡിലിങ് ചെയ്യാൻ എനിക്ക് പറ്റി. വേറെ ഒരു കാര്യം പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്, നമ്മൾ അവിടെ ചെന്ന ശേഷമുള്ള സൂപ്പർ ട്രീ ആണ്. സൂപ്പർ ട്രീയിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും മേളിൽ ഒരെണ്ണത്തിൻ്റെ മേളിൽ കയറാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാണാൻ പറ്റും, ഒരു ചെറിയൊരു പാത്വേ പോലെ അവിടെ കാണാൻ പറ്റും. ഒന്നെങ്കിൽ അവിടെ കയറാം. ഞങ്ങൾ ചൂസ് ചെയ്തത് മേളിൽ കയറാനായിരുന്നു, സൂപ്പർ ട്രീയുടെ മേളിൽ കയറാം. അപ്പം നമുക്ക് മേളിൽ കയറിയിരിക്കുന്നത് വെച്ചാൽ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കാമായിട്ടുള്ള പ്ലേസിൽ, പക്ഷേ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിംഗപ്പൂരിന് ഒരു നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തിരുന്ന് എനിക്ക് ഡൂഡിലിങ് ചെയ്യണം എന്ന് അവിടെ ഇരുന്ന് കയറി കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് അവിടെ പോയിരുന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. ആ ട്രീയുടെ മേളിൽ ഞാനിരുന്നൊരു ഡൂഡിലിങ് ചെയ്തു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു അത്. അവിടെ കുറച്ച് ഞാൻ ഇവിടുന്ന് പെന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഡൂഡ്ലിങ്, അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാഴ്ചകളും ഞാൻ ഇട്ടിട്ട് ക്വിക്കായിട്ട് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. പക്ഷെ കണ്ട സമയത്ത് കണ്ടതൊക്കെ ഞാൻ എന്താ പറയുക, നമ്മുടെ സൂപ്പർ ട്രീയും ഫ്ലവർ ഡോമും എല്ലാം ഞാനൊരു ഡൂഡ്ലിങ് പോലെ ആക്കിയിട്ട് ഞങ്ങളുടെ ലാസ്റ്റ് ഡേയിൽ ഇങ്ങനെ ഒരു ബോണസ് ദൈവം തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞാനിവിടെ നിന്ന് വളരെ കാമായിട്ടിരുന്ന് ഞാൻ വരച്ചു. അപ്പോൾ പിന്നെ ഒത്തിരി റെഫറൻസ് ഇമേജും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു യാത്രകൾ നമ്മളെ എത്രമാത്രം, ഒരു ആർട്ടിസ്റ്റിൻ്റെ യാത്രകൾ എത്രമാത്രം ഹെൽപ്ഫുള്ളാണെന്നും എന്തോരം ഇൻസ്പിറേഷൻ തരുമെന്നും എനിക്ക് ഈ യാത്ര ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ചെറുതായിട്ടെങ്കിലും അവിടെ ഇരുന്നൊന്ന് സ്കെച്ച് ചെയ്യാറുണ്ട് ഇഷ്ടമുള്ളത്. അതെൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഒരു ഇൻസ്പിറേഷൻ ചെറുതല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ 5 ഡേയ്സിലെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ വേണ്ട ഇൻസ്പിറേഷനായിട്ട് വേണ്ട ചില റെഫറൻസ് ഇമേജുകൾ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് നേരം എൻ്റെ ലൈറ്റ് ഷോയും കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയും കാണുക. അങ്ങനെ ഞങ്ങളുടെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഞാനിതിൻ്റെ ഒരു ആർട്ട് ജേർണൽ ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രാവൽ ആർട്ട് ജേർണൽ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ റെഫറൻസ് ഇമേജിൽ ഞാൻ കണ്ട പടങ്ങളൊക്കെ എനിക്ക് വരയ്ക്കണം എന്നുണ്ട്. അതുമൊക്കെ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.